ലോകത്തിന്റെ അവസ്ഥ, കേരളത്തിന്റെ അവസ്ഥ ഇപ്പൊ എന്താ? കേരളത്തിൽ ഇപ്പൊ എവിടെയും തെരുവനായയുടെ ശല്യ. ആകത്തെ ഇപ്പം കേന്ദ്രത്തില് പശുവിൽ നിന്നുള്ള മോചനം വേണം, കേരളത്തില് പട്ടിയിൽ നിന്നുള്ള മോചനം വേണം. അതാപ്പോ വലിയ പ്രശ്നം അല്ലെ? തെരുവനായയുടെ ശല്യം. പൊതുജനത്തെ നിരത്തിലിട്ട് 70 പട്ടികൾ ചേർന്ന് ഒരു പടുവൃദ്ധയായ സ്ത്രീയെ കടിച്ചു കൊന്നിട്ടും, അവരുടെ തല കടിച്ചു പറിച്ചിട്ടും, കൈ മുഴുവനും കടിച്ചു പറിച്ചിട്ടും പട്ടികളുടെ കാര്യം എന്ത് ചെയ്യണമെന്നുള്ള ഒരു തീരുമാനം. മനുഷ്യന്റെ കാര്യത്തിൽ തീരുമാനമായി, റോട്ടിലിട്ട് തല്ലിക്കൊന്നേക്കുക. പക്ഷെ പട്ടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ല. നമ്മൾ ചിന്തിക്കണേ. നമ്മൾ ഇവിടെയൊക്കെ പ്രവാചകൻ നൽകിയ ഒരു സന്ദേശമുണ്ട്. ഇതൊക്കെ നമ്മൾ എങ്ങനെ തന്നെ ചർച്ച ചെയ്യണം. നമ്മളത് അങ്ങനെ തന്നെ ചർച്ച ചെയ്യണം. ഈ ഒരു അവസ്ഥയിൽ ഹബീബായ മുത്തു പഠിപ്പിച്ചെന്താ? നമ്മുടെ നാട്ടിൽ നടപ്പിൽ വരുത്തണോ വേണ്ടോ എന്നുള്ള ചർച്ച പിന്നാകാം. ഇവിടെ പ്രവാചകർ പഠിപ്പിച്ചതെന്താ? അള്ളാഹുവിന്റെ ഹബീബ് വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. പൊതുജനത്തെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നായാണോ അതിനെ കൊന്നിരിക്കണം. ഇത് ഹദീസാൻ, സ്വഹിയായ ഹദീസാൻ. പൊതുജനത്തിന് ശല്യം ഉണ്ടാക്കുന്ന, വഴിവക്കിൽ കുട്ടികളെ കടിക്കുന്ന, മനുഷ്യരെ കടിക്കുന്ന, മനുഷ്യന് പേടി ഉണ്ടാക്കുന്ന നായ്ക്കളുണ്ടോ കൊന്നേക്കണം. റസൂലുള്ളാന്റെ മദീനയിൽ ഇതിന്റെ ഹദീസുകളൊക്കെ ഇങ്ങനെ നോക്കപ്പെടാ. റസൂലുള്ളാന്റെ മദീനയിലും ഈ പട്ടിയെ സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു അത്രേ. അപ്പൊ പെണ്ണുങ്ങൾക്കാണ് പട്ടികളോട് ഭയങ്കര സ്നേഹം. റസൂലുള്ളാന്റെ മദീനത്ത് ഇങ്ങനെ ഒരു പെണ്ണുണ്ടായിരുന്നു, പട്ടിയെ ഭയങ്കര ഇഷ്ടമാ. അവിടെയും അള്ളാഹുവിന്റെ ഹബീബ് ഓർഡർ കൊടുത്തു, അവക്ക് പട്ടിയെ സ്നേഹമുണ്ടോ ഇല്ലെന്ന് നമുക്കറിയണ്ട, മനുഷ്യർക്ക് ബുദ്ധിമുട്ടാണോ തീർത്തേക്കണം. അതേസമയം ഹബീബായ റസൂല് പറഞ്ഞു, വീടുകൾക്ക് കാവൽ നിൽക്കുന്ന, കൃഷിയിടങ്ങൾക്ക് കാവൽ നിൽക്കുന്ന, മനുഷ്യന് ഉപകരിക്കുന്ന നായ്ക്കൾ അതിനൊന്നും ചെയ്യണ്ട, അതിനൊന്നും ചെയ്യണ്ട. അത് ജീവിച്ചോട്ടെ, മനുഷ്യന് പ്രയോജനം ചെയ്യും, കാവൽ നിൽക്കും, കൃഷിയിടങ്ങൾക്ക് കാവൽ നിൽക്കും, സമ്പത്തിന് അതിനൊന്നും ചെയ്യണ്ട. അതേസമയം പൊതുജനത്തെ ബുദ്ധിമുട്ടിക്കുന്ന നായ്ക്കൾ. റസൂലുള്ള മദീനയുടെ ഓരോ മുക്കിലും മൂലയിലും ഓരോ ഗ്യാങ്ങുകളെ വിട്ടിരുന്നു സഹാബാക്കളെ പട്ടിയെ കൊല്ലാൻ. ആ സമയം അവർക്ക് 10 തസ്ബീഹ് ചെല്ലാൻ അറിഞ്ഞൂടാത്തോണ്ടല്ല, ഖുർആൻ ഓതാൻ അറിഞ്ഞൂടാത്തോണ്ടല്ല. അവിടെയാണ് ഹബീബായ പ്രവാചകന്റെ വിമോചനം. പൊതുജനത്തിന്റെ കഷ്ടപ്പാടുകൾ നീക്കം ചെയ്യുന്നതും ഒരു ഇബാദത്താണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു. മദീനത്തെ പള്ളിയില് ഖുർആനും നോമ്പും സക്കാത്തും മാത്രമല്ല, പൊതുജനത്തെ ബുദ്ധിമുട്ടിക്കുന്ന നായ്ക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള ചർച്ച പോലും ഉണ്ടായി. നമ്മുടെയൊക്കെ പള്ളിയിൽ ഒരു വെള്ളിയാഴ്ച ഇങ്ങനെ നായ്ക്കൾ ഇങ്ങനെ അപ്പൊ ഉസ്താദ് ഇങ്ങനെ അതിന്റെ കാര്യത്തിൽ ജനത്തെ ഒന്നൊന്ന് ബോധിപ്പിക്കണമല്ലോ. ഒരു ഇപ്പോഴത്തെ ഒരു സംഭവമല്ലേ, ഒരു ആനുകാലിക വിഷയല്ലേ. നമ്മുടെയൊക്കെ പള്ളിയിൽ ഒരു ഉസ്താദ് അതിനെപ്പറ്റി പ്രസംഗിച്ചാൽ നമ്മുടെയൊക്കെ ഒരു വികാരം എന്തായിരിക്കും അല്ലെ? എന്തായിരിക്കും? ഇവിടെ ചിന്തിച്ചു നോക്കണേ. മദീനത്തെ പള്ളിയിലെ ഇമാമ് റസൂലുള്ളാഹി തങ്ങൾ അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുക, ഈ തെരുവ് നായ്ക്കളെ എന്ത് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, പ്രവാചകന്റെ വിമോചനം അറിയേണ്ട രീതിയിൽ അറിയാനും കൈകാര്യം ചെയ്യേണ്ട പോലെ കൈകാര്യം ചെയ്യാനും നമുക്കറിയില്ല. നമ്മളതിന് തയ്യാറാകുന്നതിന് നമ്മൾ ചിന്തിച്ചു നോക്കെ.